പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി എന്താ പറയാ, നാട്ടിൽ ഈ ഓണം ആഘോഷിച്ച വർഷങ്ങളായി. ഈ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇതുവരെ ഈ ഒരു ഓണം കുളിക്കാൻ പറ്റിയിട്ടില്ല. എന്തൊരു സത്യം. ഞാൻ ടിക്കറ്റ് എടുത്തത് നാട്ടിൽ പോകാനെന്ന് ആലോചിച്ചിട്ട് ഏതെങ്കിലും ക്യാമ്പസിൽ പോയി കുളിച്ചിട്ട് വരാനാണ്. നീ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ ഇത് ഓണം ആഘോഷിക്കും, പിന്നെ നിങ്ങൾ ഓണം ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലേ? ഓണം ഉണ്ടോ ഇവിടെ? എവിടെ? അക്കാഫിന്റെ ഓണം 2024. അതിപ്പോ എങ്ങനെയാണെന്ന് പറയാ നടത്തുന്നത്? അക്കാഫ് ക്യാമ്പസ് ഓണമായിട്ടാണ് നടത്തുന്നത്. അതായത് ക്യാമ്പസിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഒരു വൈബ് കിട്ടുമോ അത് നമ്മൾ ഇവിടെ റീക്രിയേറ്റ് ചെയ്യാം. കൂട്ടുകാരൊക്കെ കൂട്ടുകാരികൾക്കും വരാൻ പറ്റാനേ. നമ്മുടെ തിരുവാതിര, അത്തപ്പൂക്കളം, അത്തപ്പൂക്കളം, ഊഞ്ഞാലി, തിരുവാതിര, ഓണസദ്യ. ഓണസദ്യ അതുകൊണ്ട് വെടിക്കെട്ട് ഓണത്ത് പൊളിക്കും വെച്ചാല് പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കലാലയത്തിൽ കയറുമ്പോൾ കാണുന്ന കുടിമരങ്ങൾ, പിന്നെ പല രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ അങ്ങനെ. അപ്പം മറ്റവൻ ഞാൻ ടിക്കറ്റ് എടുക്കണില്ല. നാട്ടിൽ പോയാൽ വെറും 4 വർഷത്തെ പിള്ളേരൊക്കെയാണ്. ഇവിടെ നിന്ന ഒരു 20 വർഷത്തെ പിള്ളേരൊക്കെ മനസ്സിലായോ? നമ്മള് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് എവിടെ വെച്ചാണ്? കോളേജ് വെച്ചല്ലേ? ആ ഒരു വൈബ് നിങ്ങൾ കിട്ടണ്ടേ? നമ്മൾ പൊളിക്കുന്നതോ ഈ ഓണം. ഈ ഓണം അക്കാത്തോണം ദുബായിൽ വെച്ച്. അപ്പൊ ഇത്തവണ നമ്മൾ പൊളിക്കുന്നു.